ഈ പ്രശ്നം രൂക്ഷമായതോടുകൂടി ആശങ്കയിലായത് ഒരു കൂട്ടം മലയാളി വിദ്യാർത്ഥികളാണ്. അവർ ഇപ്പോൾ കേരള ഹൗസിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു ഭീതി നിറഞ്ഞു നിന്ന പ്രദേശങ്ങളിൽ നിന്നും അവരിപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, ഡൽഹിയിലെ ഒരു കേരള ഹൗസിൻ്റെ കോൺഫറൻസ് ഹാളിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉള്ളത്. അവരോട് തന്നെ നമുക്ക് ആ മേഖലയിൽ നിന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടേക്ക് ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്, തുടർന്ന് ഇനി നാടുകളിലേക്ക് അവർക്ക് മടങ്ങേണ്ടതുണ്ട്. നമുക്ക് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ, എവിടെ നിന്നാണ്? ഞങ്ങൾ പഞ്ചാബിലായിരുന്നു. അപ്പോൾ അവിടെ മൊത്തം പാനിക് ആ സിറ്റുവേഷൻ. അപ്പോൾ വീട്ടുകാർ ഇതൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ രാവിലെ എത്തി ഇവിടെ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞ് എങ്ങനെയും വരാമെന്നൊക്കെ. നിങ്ങൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പം കോളേജുകൾ അതിൻ്റെ പരിസരത്തെങ്ങാനും ഇത്തരത്തിൽ ഇപ്പം പാകിസ്ഥാൻ്റെ തുടർച്ചയായ ഷെല്ലാക്രമണമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നിരീക്ഷിച്ചിരുന്നു? നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. കാരണം ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മിസൈൽസിനെല്ലാം ഷോട്ട് ഡൗൺ ചെയ്തു, അതുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇൻ കേസ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു പേടി കാരണമാണ്. ബേസിക്കലി വേറെ ഞങ്ങളെല്ലാവരും സേഫാണ്. ഇപ്പോൾ ന്യൂസ് ചാനൽസിൽ ഇപ്പോൾ ഇതൊക്കെ വരുന്ന കാണുമ്പം വീട്ടുകാർ പേടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാവരും സേഫ് തന്നെയാണ്, ഒരു റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് സേഫായിട്ട് നാട്ടിൽ പോവുക എന്നുള്ളൊരു തീരുമാനമാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ.